നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ഇപ്പോൾ ഒരിക്കൽ കൂടി ലയണൽ മെസ്സി സ്വന്തമാക്കിയിരിക്കുകയാണ്. ഫിഫയുടെ ബെസ്റ്റ് പുരസ്കാരമാണ് മെസ്സി ലണ്ടനിൽ വെച്ച് നടന്ന ഇന്നലത്തെ ചടങ്ങിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. യുവ സൂപ്പർ താരം ഏർലിംഗ് ഹാലൻഡിനെയാണ് മെസ്സി മറികടന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പുരസ്കാരം മെസ്സി അർഹിച്ചിരുന്നു എന്ന കാര്യത്തിലുള്ള തർക്കങ്ങളൊക്കെ ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മറ്റുമായി തുടരുകയാണ്. എന്നാൽ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി ലയണൽ മെസ്സി ഇന്നലെ എത്തിയിരുന്നില്ല. ലണ്ടനിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല, മറിച്ച് അദ്ദേഹം ഇന്റർ മയാമിക്കൊപ്പം പരിശീലനം നടത്തുകയായിരുന്നു. ഏതായാലും ഈ പുരസ്കാരം എന്നാണ് മെസ്സി കൈപ്പറ്റുക, അതല്ലെങ്കിൽ മെസ്സി എന്നാണ് ഈ ഒരു പുരസ്കാരം അവതരിപ്പിക്കുക എന്നതൊക്കെ ആരാധകർ അന്വേഷിക്കുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇപ്പോൾ ESPN അർജന്റീന പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സി ഇന്റർ മയാമിക്കൊപ്പം ഈ സീസണിലെ ആദ്യ സൗഹൃദ മത്സരം കളിക്കാനുള്ള ഒരുക്കത്തിലാണ്. വരുന്ന ജനുവരി 19 എൽ സാൽവദോറിന്റെ ദേശീയ ടീമിനെതിരെയാണ് ഇന്റർ മയാമി ഒരു സൗഹൃദ മത്സരം കളിക്കുന്നത്. ആ മത്സരത്തിൽ മെസ്സി പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ആ മത്സരത്തിന് മുന്നേ മെസ്സി ഫിഫ ബെസ്റ്റ് പുരസ്കാരം ആരാധകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും എന്നാണ് ESPN അർജന്റീനയുടെ ഫെർണാണ്ടോ പോളോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തിലാണ് അമേരിക്കൻ ലീഗ് ആരംഭിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് 7 സൗഹൃദ മത്സരങ്ങൾ ഇന്റർ മയാമി കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തന്റെ കരിയറിൽ ഫിഫ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം മെസ്സി 8ാം തവണയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഫിഫ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം സ്വന്തമാക്കിയ താരം കൂടിയാണ് ലയണൽ മെസ്സി. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.